ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗമ്യ ചോദിച്ച ക്വസ്റ്റിന് ഒരു പ്രാക്ടീഷണറുടെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻസ് ഒക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ AI വർക്ക് ചെയ്തെന്നും കുറച്ച് പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഹ്യൂമൻ ബ്രെയിൻ ചെയ്യുന്ന ചില ആക്ടിവിറ്റികളെ നമുക്ക് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അൽഗോരിതംസ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ തന്നെ. ഇപ്പോൾ ഒരു പൂച്ചയാണെന്ന് ഒരു ഇമേജ് കാണിച്ചിട്ട് പൂച്ചയാണെന്ന് പറയുമായിരിക്കുക. അപ്പോൾ സാധാരണ അൽഗോരിതംസ് എപ്പോഴും ഇപ്പോൾ നമുക്ക് കറുത്ത പൂച്ചയെ കാണിക്കും, വെളുത്ത പൂച്ചയെ കാണിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഒരു കറുത്ത പൂച്ചയെ കാണിച്ചു കഴിഞ്ഞാൽ അത് കറുത്ത പൂച്ചയാണെന്ന് പറയും. AI അൽഗോരിതംസിൽ ഇപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾ കൊടുത്തു വിചാരിക്കുക. ഇപ്പോൾ കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ ഒരു തവിട്ട് പൂച്ചയെ കാണിച്ചു, അല്ലെങ്കിൽ മുഖത്ത് വേറെ എന്തെങ്കിലും പാടുള്ള പൂച്ച, ഒരു സ്കാർ വന്ന പൂച്ച, എന്തെങ്കിലും അപകടം പറ്റിയിട്ടൊക്കെ. അത്തരം പൂച്ചകളെയൊന്നും സാധാരണ അൽഗോരിതംസ് പൂച്ചയാണെന്ന് അത് ക്ലാസിഫൈ ചെയ്യണമെന്നില്ല. അവിടെയാണ് എങ്ങനെയാണ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഹ്യൂമൻ ബ്രെയിൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിച്ച് ആ പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു മാച്ച് ചെയ്യാൻ പറ്റും നോക്കുക. അവിടെയാണ് AI വരുന്നത്. താങ്ക് യു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വേർ ഡു വി യൂസ് AI ഇൻ ആർ ഡേ ടു ഡേ ലൈഫ്? യൂസേജ് ചോദിക്കുമ്പോൾ ആരാണത് യൂസ് ചെയ്തതെന്ന് അനുസരിക്കണം എന്നെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഫഷൻ ബേസ്ഡാണോ, ഇപ്പോൾ എഴുത്തുകാരൻ ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നതാണോ, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ എന്തെങ്കിലും പ്ലംബിംഗ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരു വർക്കറെ കിട്ടിയിട്ടില്ല, എന്തെങ്കിലും പ്ലംബിംഗ് സംഭവങ്ങൾ ഫിറ്റ് ചെയ്യണം, ആരാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോഡ് ചെയ്യുന്ന ആളാണോ, അനുസരിച്ചിരിക്കും. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 12th ഗ്രേഡ് കഴിയാൻ പോകുന്ന ഒരു മകളുള്ള ഒരു അച്ഛൻ, ആ അച്ഛൻ ഇപ്പോൾ കൺഫ്യൂഷൻ ഏത് കോഴ്സിന് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ കോഴ്സിൻ്റെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെ വളരെ കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിരിക്കും. AI പോലുള്ള അല്ലെങ്കിൽ ഈ ChatGPT പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽ LLMസിലേക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഹ്യൂജ് ഡാറ്റാബേസ് ഉണ്ട് അവിടെ. ഈ ഹ്യൂജ് ഡാറ്റാബേസിൽ തന്നെ അവരത് കുറേ ഇൻഫറിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ നല്ലൊരു അൺബയാസ്ഡ് ഒരു ആൻസർ തരും. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ കോഴ്സിന് സാധ്യതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഭാവി പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനെക്കാട്ടും നന്നായിട്ട് ഇപ്പം നടക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റും. ഇൻ ജനറൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് വരുന്ന കോണ്ടെക്സ്റ്റ്, ടെക്സ്റ്റ് വരുന്നതും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഒരു ബുക്ക്, ഇതൊക്കെ സമ്മറൈസേഷൻ, കണ്ടന്റ് സമ്മറൈസേഷന് ഈ AI വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഒരു വലിയൊരു കണ്ടന്റ് സമ്മറൈസ് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ബുക്ക് മൊത്തം വായിച്ച ഒരു മനുഷ്യനോട് ഈ ബുക്കിനെ പറ്റിയിട്ട് ഒരു 3 വാചകം ഫുൾ കമ്പൈൻ ചെയ്ത് പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ AIക്ക് അത് വളരെ നന്നായി പറയാൻ പറ്റും. അതാണ് വേറെ സംഭവം. പിന്നെ ക്രിറ്റിക്കൽ റീസണിങ്, AI തരുന്ന പല ആൻസറുകളും മിക്കവാറും അൺബയാസ്ഡ് ആയിരിക്കും. ലാർജ് ലാംഗ്വേജ് മോഡൽ ChatGPT അൺബയാസ്ഡ്, ഫുള്ളി അൺബയാസ്ഡ് എന്നല്ല പറയുന്നത്, നല്ല ബയാസ്ഡ് ആയിരിക്കും. പക്ഷേ സാധാരണ മനുഷ്യനും കൂടുതൽ AI അൺബയാസ്ഡ് ആയിരിക്കും. ഇപ്പം നമ്മൾക്ക് ഒന്നും അറിയാത്തൊരു ശാഖ അറിയാനോ അല്ലെങ്കിൽ പഠിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരിൽ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടുന്നതാണ് കൂടുതൽ നമുക്ക് നമ്മുടെ ഹൊറൈസൺ എക്സ്പ്ലോർ ചെയ്യാനും, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ വൈഡായിട്ട് ആ ഏരിയയെ പറ്റി പഠിക്കാനും ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ChatGPT പോലെ സംഭവം നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു കണ്ടുപിടുത്തത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും നല്ല സമയമാണത് ഒരു സംഭവം പഠിക്കാനും അറിയാനും. കാരണം ഇത്രയും നന്നായിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് കണ്ടന്റ് സമ്മറൈസ് തരുന്ന വേറൊരു സമയം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതാണ് സാധാരണ മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ജനറലി പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പിന്നെ വേണമെങ്കിൽ പോവാം. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഫണ്ണിയായിട്ട് തോന്നിയേക്കാം, ഈസ് AI ഓൾവേസ് റൈറ്റ്? AI always is not right. ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അൽഗോരിതം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വളരെ ഫേമസ് ആയ ഒരു ഡയലോഗ് ഉണ്ട്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നമ്മൾ എന്ത് ഡേറ്റയാണോ AI ട്രെയിൻ ചെയ്യാൻ, AIനെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, ആ ടൈപ്പ് ഡേറ്റ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അതിൻ്റെ കുറച്ച് ജനറലൈസേഷൻ കിട്ടും. ഇപ്പോൾ ഒരു ഫേമസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെ ഒരു പ്രശ്നമായിരുന്നു, ഇപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന
ഒരു ഇമേജിൽ നിന്ന് ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു അത്ഭുതം ഉണ്ടാക്കി വിചാരിക്കുക. അപ്പോൾ എഐനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് ഒരു പ്രത്യേക സ്കിൻ കളറുള്ള ആൾക്കാർ മാത്രമാണെന്ന്. അപ്പോൾ വേറൊരു സ്കിൻ കളർ കൊടുത്ത് ഈ ആൾക്കാരെ ഫോട്ടോ ഫീഡ് കഴിഞ്ഞാൽ അത് ഹ്യൂമനായിട്ട് എ ഡിറ്റക്റ്റ് ചെയ്യണമെന്നില്ല. എ ഈസ് ബയാസ്ഡ്. ഇതെങ്ങനെ ബയാസ് നമുക്ക് ലഘൂകരിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല ടീച്ചറോട് സംവദിക്കുന്ന പോലെ എയോട് തിരിച്ച് ചോദ്യം ചോദിക്കണം. ഇതിൻ്റെ സോഴ്സ് എന്താണ്? എ ഇപ്പോൾ നമുക്കറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് എയോട് ചോദിച്ചു. അപ്പോൾ എ ഒരു ആൻസർ തന്നു. ഞാൻ ഒരു ഇൻട്രാക്റ്റീവ് എയുടെ കേസാണ് പറഞ്ഞത്. അല്ലാത്ത എയ്ക്ക് വേറെ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻട്രാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT അല്ലെങ്കിൽ LLM പോലത്തെ വേറെ സംഭവങ്ങൾ. അപ്പോൾ എയോട് ചോദിച്ചു വയ്ക്കുക, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വയ്ക്കുക. അപ്പോൾ നല്ലൊരു ടീച്ചറോട് ചോദിക്കുന്ന പോലെ ഇതിന് സോഴ്സ് ചോദിക്കുക. എവിടെ നിന്നാണ് സോഴ്സ്? ആ സോഴ്സ് നമ്മളൊന്ന് മാനുവലി ചെക്ക് ചെയ്ത് നന്നായിരിക്കും. ഇപ്പോൾ ആ ആൻസർ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ. അത് മാത്രമല്ല, ഒരു നല്ല ടീച്ചർ അല്ലെങ്കിൽ നല്ലൊരു ആൾ നമ്മളോട് സംവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഏത് വശം ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പല വശങ്ങളിൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എയോട്. ഇതിങ്ങനെയാണ്, ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും, ഇതിങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും. അപ്പോൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം എക്ക് സർട്ടനിറ്റി ഇല്ലെങ്കിൽ എ പറയും എനിക്കിത് ഫുള്ളി സർട്ടൺ അല്ല എന്ന് പറയും. അവിടെയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എ ഫുള്ളി സർട്ടൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗുഡ്. സോ എയോട് സംവദിച്ചുകൊണ്ടിരിക്കണം, ഒരു ക്രിറ്റിക്കൽ റീസണിങ് പോലെ. എ ഫുള്ളി ഡെവലപ്ഡ് അല്ല അൺബയാസ്ഡ് ആവാൻ ഇപ്പോഴും. നമ്മളത് നല്ലൊരു സെഷൻ, നമ്മളത് നന്നായിട്ട് അതിൽ ഒരു റോള് പങ്കുവഹിക്കാനുണ്ടത്. AI-നെ കുറിച്ച് ഇത്രയും പറഞ്ഞു തന്ന ഡോക്ടർ ജിതിനും എസൻസ് ഗ്ലോബലിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ ഹാവിങ് മീ, ജോമി ആൻഡ് ഡോക്ടർ ഷാ. ഇതൊരു തുടക്കം മാത്രമാണെന്ന് കരുതുന്നു. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്കും വേറെ സംവാദങ്ങളിലേക്കും വീണ്ടും കാണാം. താങ്ക് യു.